വ്യാപാര കരാർ ചർച്ചകൾക്കായുള്ള US സംഘത്തിന്റെ ഇന്ത്യ സന്ദർശനം റദ്ദാക്കി. ഈ മാസം 25-ന് നിശ്ചയിച്ചിരുന്ന കൂടിക്കാഴ്ചയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. പുതിയ തീയതി എന്നാകും എന്ന് നിശ്ചയിച്ചിട്ടില്ല. US ചുമത്തിയ 50% അധിക തീരുവ 27 മുതൽ പ്രാബല്യത്തിൽ വരാനിരിക്കെ ആണ് തീരുമാനം. വിവരങ്ങളുമായി അജയ് സുധ ബിജു ആണ് ചേരുന്നത്. അജയ്, നേരത്തെ ഈ വ്യാപാര ചർച്ചകൾ സുഗമമായി മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അത് വലിയ പ്രശംസനീയം എന്ന് ഇരു രാജ്യങ്ങളും വിലയിരുത്തിയ പശ്ചാത്തലമുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ ട്രംപ് അധിക തീരുവ ചുമത്തിയത്. അതിൽ ഇന്ത്യക്ക് അടുത്ത പ്രതിഷേധത്തിൽ തന്നെ എന്നല്ലേ ഇപ്പോഴത്തെ നീക്കത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, ഈ വർഷം ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി US-ലെത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിച്ച ശേഷമാണ് ഇന്ത്യക്കും US-നും ഇടയിൽ ഒരു വ്യാപാര കരാർ ഉണ്ടാകണം എന്നുള്ള രീതിയിൽ ധാരണയാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ 5 തവണ ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ ഇവയിലൊന്നും തന്നെ ഒരു വ്യാപാര കരാർ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിച്ചിരുന്നില്ല. പ്രധാനമായിട്ടും US മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അത് ഇന്ത്യക്ക് പൂർണ്ണമായി അംഗീകരിക്കാൻ സാധിക്കാത്തതാണ് ഇത്തരത്തിലൊരു വ്യാപാര കരാറിലേക്ക് എത്താൻ സാധിക്കാത്തത്. പ്രധാനമായിട്ടും ഇന്ത്യയുടെ കാർഷിക മേഖലയും ക്ഷീരമേഖലയും പിന്നെ മത്സ്യമേഖലയും ഒക്കെ ഉൾപ്പെടെ അമേരിക്കയ്ക്ക് വ്യാപാര കരാറിനായി തുറന്നു നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് US പ്രതിനിധികൾ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇത് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല എന്നൊരു നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിരുന്നത്. ഇതിൻ്റെ ഭാഗമായി പിന്നീട് വിവിധ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇന്ത്യക്ക് മേലുള്ള തീരുവ വർദ്ധിപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ആദ്യഘട്ടത്തിൽ 25% തീരുവയാണ് ഇന്ത്യക്ക് മേൽ ചുമത്തിയത്. പിന്നീട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ വീണ്ടും ഒരു 25% തീരുവ പ്രഖ്യാപിച്ചു. ആദ്യഘട്ട തീരുവ ഈ മാസം 7-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വന്നു. അടുത്ത ഘട്ട തീരുവ ഈ മാസം തന്നെ 27-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് ഇത്തരത്തിലൊരു തീരുമാനം. 25-ാം തീയതിയാണ് US സംഘം ഇന്ത്യയിലെത്തി ചർച്ച നടത്താനിരുന്നത്. 6-ാം ഘട്ട ചർച്ചകളാണ് പുരോഗമിക്കാനായി തീരുമാനിച്ചിരുന്നത്. 25-ാം തീയതി ഇന്ത്യയിലെത്തുന്ന സംഘം 29-ാം തീയതി വരെ ഇന്ത്യയിൽ തുടർന്ന് 6-ാം ഘട്ട ചർച്ചകൾ നടത്താനിരുന്നതാണ്. ഈ ഒരു ചർച്ചയായിരുന്നു ഇന്ത്യയുടെ ഒരു പ്രതീക്ഷയെന്ന് പറയുന്നത്. കാര്യം പ്രതീക്ഷയെന്ന് ഇതിനു മുൻപേ നമ്മൾ വിലയിരുത്തിയിരുന്നത്. കാര്യം ഈ 27-ാം തീയതി 25%, അടുത്ത 25% തീരുവ കൂടി പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി ഇന്ത്യക്ക് മൊത്തത്തിൽ അമേരിക്കയ്ക്ക് നൽകാനുള്ള തീരുവ എന്ന് പറയുന്നത് 50%-ആയി ഉയരും. ഇപ്പോൾ തന്നെ ഇന്ത്യൻ വ്യാപാരികളടക്കം വലിയ തരത്തിലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട്. അപ്പോൾ ഈ 50% തീരുവ വരുന്നതോടുകൂടി ഇന്ത്യയുടെ വ്യാപാര മേഖല അത് കടുത്ത ഒരു കാലഘട്ടത്തിലേക്ക് കടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യാപാര കരാറിൽ ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിലുള്ള വ്യാപാര വസ്തുക്കളുടെ കൈമാറ്റത്തിലാണെങ്കിലും അതിലൊരു ധാരണയിലേക്ക് എത്താൻ ഇന്ത്യ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിൽ ആ ഒരു പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ അമേരിക്കൻ സംഘം 25-ാം തീയതി ഇന്ത്യയിലേക്ക് എത്തുന്നത് റദ്ദാക്കി എന്നുള്ള വാർത്തകളാണ് വരുന്നത്. പുതിയ തീയതി എന്നാകും ഇനി അടുത്ത ഘട്ട ചർച്ചകൾ നടക്കുക, എന്നാകും അമേരിക്കൻ സംഘം ഇന്ത്യയിലേക്ക് വരിക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും നിലവിൽ വ്യക്തമായിട്ടില്ല. എന്താണ് ഇതിൻ്റെ കാരണം? ഇപ്പോൾ നിലവിൽ ഈ അമേരിക്കൻ സംഘത്തിൻ്റെ ഇന്ത്യയിലേക്കുള്ള വരവ് റദ്ദാക്കാനുള്ള കാരണം എന്നുള്ളതും വ്യക്തമല്ല. എന്തായാലും ഇന്ത്യയും US-ഉം തമ്മിലുള്ള ബന്ധം അത് കൂടുതൽ സങ്കീർണതയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് ഇതോടുകൂടി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അഭിലാഷ്, സൂചിപ്പിച്ച പോലെ വളരെ സുഗമമായി, അതായത് ധാരണയിലേക്ക് എത്തിയില്ല എങ്കിൽ പോലും വളരെ സുഗമമായി പ്രതീക്ഷയോടുകൂടി പോയി ആ വ്യാപാര കരാർ ചർച്ചകൾ ആണ് വഴിമുടങ്ങുന്നത്. അത് അമേരിക്കയുടെ അധിക തീരുവ പ്രഖ്യാപനത്തിന്മേലുള്ള ഇന്ത്യയുടെ അതൃപ്തിയുടെ കൂടി ഭാഗമായിട്ടാണ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് അജയ് നൽകിയത്.